എക്സൈസിൻ്റെ കാര്യം നിങ്ങൾ ഒരുപാട് പേര് അന്വേഷിച്ചതാണ്. എക്സൈസിൻ്റെ കാര്യത്തിൽ ഓരോ ജില്ലയിലും അപേക്ഷ നൽകിയവരും കൺഫർമേഷൻ നൽകിയവരുടെ കേസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത് 23,000 പേരാണ്. കൊല്ലത്താണെങ്കിൽ പത്തനംതിട്ടയിൽ 6,800 പേര്, ആലപ്പുഴയിൽ 9,400 പേര്, കോട്ടയം ജില്ലയിൽ 8,011 പേര് അല്ലെങ്കിൽ 8,100 പേര്, ഇടുക്കി ജില്ലയിൽ അത് 10,000 പേര് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് 16,000 പേരാണ്. തൃശ്ശൂർ ജില്ലയിൽ 9,800 പേര്, പാലക്കാട് ജില്ലയിൽ 14,425 പേരാണ്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ 12,943 പേര്, കോഴിക്കോട് ജില്ലയിൽ 1,300 പേര്, വയനാട് ജില്ലയിൽ 7,194 പേര്, നമ്മുടെ കണ്ണൂരാണെങ്കിൽ അത് 10,039 പേരും, കാസർഗോഡ് 6,600 പേര്. ആകെ മൊത്തത്തിൽ നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുന്നത്, നമ്മുടെ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്നത് 1,63,027 പേര് അപ്ലൈ ചെയ്ത പരീക്ഷയിൽ കൺഫർമേഷൻ കൊടുത്തത് 1,41,565 പേരാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേര് എന്ന് പറയുമ്പോൾ ഏകദേശം 1,41,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലാസ്, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ ഫയർമാൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർമാൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 1,500ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എക്സൈസ് ഓഫീസറിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നിലവിൽ 100 രൂപ മാത്രമേ അതിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളൂ. 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു എക്സൈസിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും അല്ലെങ്കിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മൊത്തം എന്ന് പറയുമ്പോഴത്തേക്കും സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതിനെന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉറപ്പിച്ച് തന്നെ നിങ്ങൾക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 8-9ഓളം ക്ലാസ്സുകളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെബ്രുവരിയിലാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിലിപ്പോൾ ഫയർമാൻ്റെ ഒക്കെ എക്സാം വരുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒന്നാമത്തെ ക്ലാസ് തൊട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു അവസരം യൂസ് ചെയ്യുക. എക്സൈസ് എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡേറ്റ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ കൊടുക്കാത്ത ഒരുപാട് പേര്, കൺഫർമേഷൻ കൊടുക്കാത്ത ഏകദേശം 21,000 പേരാണ് കൺഫർമേഷൻ കൊടുക്കാതെ പരീക്ഷ എഴുതാനായിട്ട് പറ്റാതെ പോയത്. അപ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞതാണ്, പരീക്ഷ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. അതിനുശേഷം അതിന് മുന്നേ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുക്കണം. ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. ഫോളോ അപ്പ് ഉണ്ടായാലേ പരീക്ഷ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എക്സൈസ് എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ ഒരു വിവരം എത്തിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് കൂടി ഞാൻ ഈ പറഞ്ഞ പോലെ ഡേറ്റാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.